ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബലിപ്പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം. തലേ ദിവസം തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ നെയ്യപ്പം ഇല്ലേ, കാസർഗോട്ടാറ് സ്പെഷ്യൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം, കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പില്ലേ, നമ്മളെ മെഷർമെൻ്റ് കപ്പിൽ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് 2 കപ്പ്, അതേ കപ്പിൽ തന്നെ 2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങേൻ്റെ അളവ് കുറക്കുക, ചോറിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2-3 ഏലക്ക ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരച്ചെടുക്കുക. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് മധുരം വേണ്ടേ, അതിന് ഞാൻ 2 അച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉരുക്കിയിട്ട് ഒരു 1/4 കപ്പും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് എടുത്തിന്. അത് നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് എന്താക്കാം, അരിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫൈനായിട്ട് അരിയൊന്നും ചെയ്യില്ല. അങ്ങനെ ഫൈനായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ചെറിയ തരി ഉണ്ടാകുന്നില്ലേ, അത് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇപ്പം ഞാനിവിടെ നല്ലോണം ഒന്ന് അരിച്ചെടുത്തിന്. അരക്കുമ്പോൾ വെള്ളമാവാതെ നോക്കിയാൽ മതി, കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ സുജാത മിക്സി എടുത്തതിനോണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സിയിൽ തന്നെ അരിഞ്ഞ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറിലും അരച്ചെടുക്കാം. അല്ല ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബാച്ചായിട്ട് അരച്ചെടുത്തിന്. ഈ ഒരു തിക്നെസ്സിലാണുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ 1-2 സ്പൂണ് മൈദ ഇട്ട് കൊടുത്താലും മതി. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ജീരകപ്പൊടി, നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏലക്കയും പിന്നെ ആ ഒരു എള്ളും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഓരോ കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പൊങ്ങി വന്നിട്ട് അടിഭാഗം ചെറിയൊരു കളറ് മാറിയ സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. ഇനി ഇങ്ങനെ ഓരോ പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഓരോ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് പൊങ്ങിയിട്ട് ഒരു സൈഡ് ഒന്ന് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ആരോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നെയ്യപ്പം കിട്ടിയിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മട്ടൻ കറിയും ബീഫ് കറിയും എല്ലാം റെഡിയാക്കാനുണ്ട്. ബീഫ് കറി രാത്രിയിലേക്കുള്ളതാണ്, മട്ടൻ കറി പിറ്റേ ദിവസത്തേക്കുള്ളത് തന്നെയാണ്. മാത്രം അതിൽ നിന്ന് കുറച്ച് മട്ടൻ്റെ ഒരു വറവും കൂടി ഉണ്ടാക്കാനുണ്ട്, ഇപ്പോൾ ബീഫ് കറി കൂട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അന്നുവിന് നോമ്പുണ്ടായിന്, അങ്ങനെ ഓള് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മട്ടൻ കറിയും ബീഫ് കറിയും എല്ലാം ഇവിടെ റെഡിയായിന്. അപ്പോൾ ഇതെല്ലാം എല്ലാ പെരുന്നാൾക്കും തലേ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്രാവശ്യം വിചാരിച്ച് പിന്നെയും അതന്നെയല്ല കാണിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ദുവാമോൾക്കും അന്നൂനും ജമ്മുവിനും എല്ലാം മൈലാഞ്ചി ഇടുന്നതാണ്. ജമ്മുവിനും അന്നൂനെല്ലാം ഒരു ദിവസം മുന്നേ തന്നെ ഒരു കയ്യിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പങ്ങള മോളാണ് എനിക്കും അന്നൂനും ജമ്മുവിനും എല്ലാം ഇട്ട് തന്നിട്ടുണ്ടായത്. ഒരു കൈക്ക് എനിക്ക് അന്നും വെച്ച് തന്നിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് പിറ്റേ ദിവസമായി, പെരുന്നാളിൻ്റെ ദിവസമായി. അങ്ങനെ അന്ന് കാലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴംപൊരിയും ബീഫുമാണ്. തലേ ദിവസം ബീഫ് കറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ പഴംപൊരിയും ബീഫും നല്ല കോമ്പിനേഷനാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല. അങ്ങനെ മുന്നേ എനിക്ക് വലിയ ഇഷ്ടമല്ല. മാത്രം എന്താക്കണം അറിയോ, നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി തന്നെ ഉണ്ടാക്കണം. പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അധികം പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കാതെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാറ്ററിനും കൂടി മധുരം ഇട്ടിട്ടാവുമ്പോൾ അത്
ഒരു വല്ലാത്തൊരു കോമ്പിനേഷനായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ നമ്മൾ മട്ടൻ കറിയിലേക്ക് തേങ്ങ വറുക്കുന്നുണ്ടായിട്ട് അതെല്ലാം അരച്ചിട്ട് വറുത്തരച്ചൊഴിച്ചിട്ട് കറിയും തിളപ്പിച്ചിട്ട് കറി റെഡിയായിട്ട് മാറ്റി വെച്ച് നമ്മുടെ പഴംപൊരി റെഡിയായി. അപ്പോൾ എല്ലാം കാലത്തെ എല്ലാ കാര്യങ്ങളും സെറ്റായി. മാഷാഅല്ലാഹ് മക്കളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മക്കൾ ഡ്രസ്സ് നല്ലൊന്ന് കമൻ്റ് ആക്കാവേ. ജമ്മുൻ്റെയും ദുആമോളതും കളർ മാത്രം ചെറിയ വ്യത്യാസമാണ്. ഒരേപോലത്തെ ഡ്രസ്സാണ് അവർക്ക് രണ്ടാൾക്കും മെയ്യത്. കാലത്ത് തന്നെ അർമാന് ഉപ്പ സായിച്ച അവരെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടായിന്. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം വന്ന് ഇനി നമുക്ക് ചായ കുടിക്കാനുണ്ട്. ചായൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പത്തലും ചുട്ടിട്ടുണ്ടായിന്. പഴംപൊരി കാലത്ത് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, പിള്ളമാർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പത്തലും ചുട്ടിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും ചായ കൂടിയെല്ലാം കഴിഞ്ഞ് അന്ന് തന്നെയാണ് ഭയങ്കര ഒരു ബേജാറിൻ്റെ ഒരു വാർത്ത കേട്ടത്. ഇളയപ്പാൻ്റെ മോളെ മാപ്പിളിൻ്റെ ഉപ്പ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരത്തിൽ ഷോക്കായിപ്പോയി. പെരുന്നാളിൻ്റെ അന്ന് തന്നെയാണ് കാലത്ത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പോയിട്ട് വന്നിട്ടായിട്ട് നമുക്ക് നെയ്ച്ചോറ് മാത്രമാണ് ഉണ്ടാക്കാനുണ്ടായത്. നമുക്ക് കാലത്തെ മട്ടൻ്റെ കറി റെഡിയാക്കിനല്ലോ, അപ്പോൾ അതിലേക്ക് നെയ്ച്ചോറും അതേപോലെ തന്നെ സായിച്ചാൻ്റെ ഒരു കച്ചമ്പറും അത്രയാണ് അന്നത്തെ പെരുന്നാൾക്ക് നമ്മൾ ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താക്കണറിയോ, പൊങ്ങ വരും. എന്നിട്ട് ഒരെല്ലാം ഒന്നിച്ചിട്ട് നമുക്കൊന്ന് പുറത്തെല്ലാം പോകാനുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മളടുത്ത് തന്നെയാണ് നമ്മളെ ഫാമിലിയിലുള്ളത്. അടയെല്ലാം ഒന്ന് കയറും. ഇപ്രാവശ്യം പെങ്ങളെ മോളെ കൂട്ടാൻ പോകണം. അങ്ങനെ അടുത്തേക്ക് പോകാമെന്നെല്ലാം രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വന്ന് ഇനി നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ വിചാരിച്ചിന് ആ ഒരു പെരുന്നാൾക്ക് ഭയങ്കര മഴയുണ്ടാവും, പുറത്തിറങ്ങാനേ കഴിയില്ലെന്നെല്ലാം. മാത്രം മഴയൊന്നും ഉണ്ടായിട്ടാ, നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഓരോന്നിങ്ങനെ ആസ്വദിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. എൻ്റെ അടുത്ത് സ്റ്റിച്ചാക്കിയത് ഉണ്ടായിന് ഡ്രസ്സ്. പിന്നെ മക്കൾക്ക് എടുക്കാൻ പോകുമ്പോൾ സഹിച്ചറിഞ്ഞ് എന്തായാലും എടുത്തോ എന്നെല്ലാം. അപ്പം അങ്ങനെ പെട്ടെന്നിങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് എടുത്തതാണിത്. അങ്ങനെ നമ്മൾ പെങ്ങളെ മോളാടെത്തി. അവിടുന്ന് ജ്യൂസെല്ലാം കുടിച്ച് പെരുന്നാളപ്പം എല്ലാം തിന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലല്ലേ. അങ്ങനെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അതെല്ലാം മേലെ നടക്കുന്നുണ്ട്. ജമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഓളെ കിട്ടലുണ്ടായില്ല. ഓള് ചിലപ്പോൾ എവിടെയെങ്കിലെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ താഴെ ഊഞ്ഞാലുണ്ടിട്ടാകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആടി കളിക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ എടുത്ത ഫോട്ടോ എല്ലാം നോക്കുന്ന സമയത്ത് പറയും ഞാനില്ല എന്നല്ലോ. എപ്പോഴും ഉള്ള പരിപാടിയാണ് അവൾക്ക്. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അവിടെ പോയി, ആങ്ങളുടെ അവിടെ പോയി. ഇപ്പം നേരെ വന്നിട്ടുള്ളത് മൂത്ത പെങ്ങളാടെയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇവിടെ കുറച്ച് സമയം ഉണ്ടായിന്. ഇപ്പോൾ സമയം 8 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ വന്നതല്ലേ, കുറേ ലേറ്റായി. ഇനിയിപ്പോൾ പൊരക്ക് പോകണം. പോയിട്ടിപ്പോൾ എന്തായാലും രാത്രിയിലത്തേക്കുള്ള കുറച്ച് ഫുഡെല്ലാം റെഡിയാക്കണം. അങ്ങനത്തെ എന്തെല്ലാം പണിയെല്ലാം ഉണ്ട്. അങ്ങനെ പെങ്ങളാടുന്ന് നല്ല അടിപൊളി ബിരിയാണിയെല്ലാം വെച്ചിട്ടുണ്ടായിന്. ബിരിയാണി വെക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ ബിരിയാണിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നല്ല പായസവും ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കുടിച്ച് ഇനി നമുക്ക് നേരെ പുരയിലേക്ക്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വലിയ കാര്യമായിട്ട് അങ്ങനെ എന്തുമില്ല, എന്നെങ്കിലും കുറച്ച് അന്നത്തെ വിശേഷങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ഇതുവരെ നെയ്യപ്പം ഉണ്ടാക്കാത്ത ആളെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ടും വീഡിയോസായിട്ടും എല്ലാം കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു.